നമസ്തേ, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് യോഗിക് ജോഗിങ് എങ്ങനെ കൃത്യമായി ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ട്രെഡ്മില്ലിൽ ഓടുന്നത് പോലെ ആക്ട് ചെയ്യുക. ഇങ്ങനെ തുടക്കക്കാർ ഒരു 5 or 10 ചെയ്താൽ മതിയാവും. അതിന് മുകളിലേക്ക് ഒരാഴ്ചയൊക്കെ പരിശീലനം കഴിഞ്ഞവർക്ക് അതിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം എണ്ണം വർദ്ധിപ്പിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. ഒരു കൈ മുകളിലേക്ക് ഉയർത്തുക. അപ്പോൾ അടുത്ത കാലും മുകളിലേക്ക് ഉയർത്തുക. ഇങ്ങനെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, നാം കാല് മുകളിലേക്ക് ഉയർത്തുമ്പോൾ, അതായത് നമ്മുടെ ചെസ്റ്റിന് നേരെ കൊണ്ടുവരുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടും, കാല് താഴ്ത്തുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ടും. ഒന്നുകൂടെ പറയാം. മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ടും, ഇങ്ങനെ. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇരിക്കുന്നതോടൊപ്പം കൈകൾ മുന്നോട്ട് ആയുക. ഇങ്ങനെ താഴോട്ട് പോകുന്ന സമയം ശ്വാസം പുറത്തേക്കും, അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന സമയം ശ്വാസം എടുത്തുകൊണ്ടും. അടുത്ത സ്റ്റെപ്പ്, 2 കൈകളും തൊഴുതു പിടിക്കും പോലെ നെഞ്ചിന് മുകളിലേക്ക് കൊണ്ടുവരിക, അതായത് മുന്നിലേക്ക് കൊണ്ടുവരിക. കൈകൾ പിന്നോട്ട് വലിക്കുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ടും, ശ്വാസം മുന്നിലേക്ക് വിടുമ്പോൾ കൈകൾ ഒരുമിപ്പിക്കുക. കൈകൾ പിന്നിലേക്ക് എടുക്കുമ്പോൾ ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരിക. ഒരല്പം വേഗതയിൽ ചെയ്യുക. അടുത്തതായി കാലുകൾ അല്പം അകത്തി വെച്ചതിന് ശേഷം ഇരു കൈകളും തൊഴുതു പിടിക്കുക. ഇങ്ങനെ തൊഴുതു പിടിക്കുന്ന വേളയിൽ കൈകൾ ഉയർത്തിക്കൊണ്ടു പോകുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ടും, കൈകൾ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ടുമാണ് ചെയ്യേണ്ടത്. വീണ്ടും കാലുകൾ അകത്തി വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വശങ്ങളിലേക്ക് തിരിയുക. ആദ്യം വലതുവശത്തേക്ക് തിരിയുക. അപ്പോൾ ഇടത് കൈ മുകളിലേക്ക് ഉയർത്തുന്നതോടൊപ്പം ശ്വാസം എടുക്കുക. താഴേക്ക് കുനിയുമ്പോൾ ശ്വാസം വിടുക. അതേ നിലയിൽ തന്നെ ഇരു കാലുകളുടെയും പാദങ്ങളിൽ പിടിക്കുക. ഇവിടെ ശ്വാസം വിട്ടുകൊണ്ടാണെങ്കിൽ വളരെ നല്ലതാണ്. കഴിയാത്തവർക്ക് മിതമായ രീതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. അടുത്തതായി ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലേക്ക് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് കാലുകളുടെ പാദങ്ങളിൽ തൊടുക.
കഴിയുമെങ്കിൽ കാൽമുട്ടിൽ സ്പർശിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മുടെ നട്ടെല്ലിനും അരക്കെട്ടിനും വ്യായാമം നൽകുന്നതാണ്. നമ്മൾ രണ്ട് കൈയും ഇങ്ങനെ ഒരു വശത്തേക്ക് ആക്കുക. അപ്പോൾ നാം വലത്തേക്ക് തിരിയുക. അതുപോലെ വലത്തോട്ട് കൈകൾ വയ്ക്കുമ്പോൾ ശരീരം ഇടത്തേക്ക് തിരിക്കുക. അത് ഒരല്പം ചാടിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് രാവിലെ ചെയ്യാവുന്ന വളരെ ചെറിയ രീതിയിലുള്ള ജോഗിങ്. ഇത്രയുമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരം നല്ല രീതിയിൽ ചൂടാകും. അതിനുശേഷം നമുക്ക് പ്രാണായാമങ്ങളിലേക്കും ആസനങ്ങളിലേക്കും കടക്കാവുന്നതാണ്.